ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി വെഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്കാണ്. ആൻഡ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എല്ലാം വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. സോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വെഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്കാണ് ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഞാൻ ഈ ഒരു മേക്കപ്പ് ലുക്കിന്റെ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ ഒരു മേക്കപ്പിന്റെ കാര്യത്തിൽ ഒരു പ്രോ ആയിട്ടുള്ള ആളോ അല്ലെങ്കിൽ ഈ ഒരു മേക്കപ്പ് എന്ന് പറയുന്നത് വളരെയധികം ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള ഒരാളൊന്നും അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്റേതായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യാന്ന് വിചാരിക്കുന്നത്. നമുക്ക് കോമൺ ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ കുറച്ച് പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ലുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫൗണ്ടേഷനോ സ്പഞ്ചോ ബ്രഷോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കും കൂടെയാണ് കേട്ടോ. സോ വിത്തൗട്ട് ഫർദർ ഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് ഇൻടു അവർ വീഡിയോ. സോ നമുക്ക് മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ ഒരു ഹെയറും കാര്യങ്ങളൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഒതുക്കി വെക്കണം. അല്ലെങ്കിൽ ഇത് നമ്മൾ നല്ല രീതിയിൽ ശല്യം ചെയ്യും, നമ്മളുടെ മേക്കപ്പ് ചെയ്യുന്ന പരിപാടിനെ വലിയ രീതിയിൽ ബാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ മുഖത്തേക്ക് മുടിയൊക്കെ ചാടൂല എന്നുള്ള ഉറപ്പുള്ള രീതിയിൽ വേണം നമ്മൾ മുടിയൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ കേട്ടോ. സോ ഇനി നമുക്ക് നമ്മളുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് ആദ്യമേ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു സെറാണ് കേട്ടോ. ഇത് പിൽഗ്രിം എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ 24 കാരറ്റ് ഗോൾഡ് സെറാണ്. ആൻഡ് ഈ ഒരു സെറം യൂസ് ചെയ്യുന്നതിന്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫേസിൽ ഒന്നുകൂടെ ഒന്ന് ഡിഗ്രി ആയിട്ട് ഇരിക്കാനൊക്കെ ഈ ഒരു സെറം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതൊരു മസ്റ്റ് ഹാവ് ആണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മസ്റ്റ് ഹാവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ല. പക്ഷെ ഓൾറെഡി ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് യൂസ് ചെയ്യുന്നുള്ളൂ. ആൻഡ് നിങ്ങളുടെ സൗണ്ടിൽ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പുറത്ത് എന്തൊരു പണി നടക്കുന്നുണ്ട്, അതിൻ്റെതായിട്ടുള്ള കുറച്ച് സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. കുറേ നേരം ഞാൻ സൗണ്ട് പോകാൻ വേണ്ടി നോക്കിയിരുന്നു, പക്ഷെ ഫോണിൽ ലക്ഷണമൊന്നും കാണാനുള്ള. സോ അതുകൊണ്ടാണ് നേരെ വീഡിയോയിലോട്ട് കയറി കേട്ടോ. അപ്പം അത് നമ്മൾ സെറം നല്ല രീതിയിൽ ഡാബ് ചെയ്ത് നമ്മളുടെ ഫേസിലേക്ക് കൊടുക്കാം. നമ്മൾ സെറം യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നതാണ് ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു പ്രൈമറാണ് കേട്ടോ. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൈമറാണ്. ആൻഡ് എന്താ പറയുക, നമ്മളുടെ പോഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ബ്ലർ ചെയ്യാനും നമ്മളുടെ മേക്കപ്പിന്റെ ബേസ് ഒന്ന് സൂത്ത് ചെയ്യാനൊക്കെ വേണ്ടി ഈ ഒരു പ്രൊഡക്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കണം എന്നില്ല കേട്ടോ. നമ്മളുടെ പോഴ്സ് ഏതൊക്കെ ഭാഗത്താണ് ഉള്ളത് അവിടെ മാത്രം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയും പ്രൊഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പ്രൈമർ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി പ്രൈമറിന് ശേഷം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് കൺസീലറാണ്. ഞാൻ ഇതൊരു നോ ഫൗണ്ടേഷൻ മേക്കപ്പ് ലുക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല. ഞാൻ അതിന് പകരം യൂസ് ചെയ്യുന്നത് കൺസീലറാണ്. ആൻഡ് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന കൺസീലർ കേട്ടോ. ഇത് മെബിലിൻ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഏജ് റിവൈസിങ് കൺസീലർ ആണ്. ഇത് കുറെ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും, കുറെ ഇൻഫ്ലുവൻസേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. സോ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന കൺസീലർ. ആൻഡ് ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് കാരമൽ എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ. ആൻഡ് നമുക്കിത് എൻ്റെ ഈ ഭാഗത്തൊക്കെ കുറച്ച് പാടുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് ഇത് വെച്ച് നമുക്കൊന്ന് കൺസീൽ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ കൺസീലർ യൂസ് ചെയ്തതിനു ശേഷം ഇനി യൂസ് ചെയ്യാൻ പോകുന്നത് കോമ്പാക്ട് പൗഡർ ആണ്. ഇത് മെബിലിന്റെ കോമ്പാക്ട് പൗഡർ ആണ്. ഇതിന്റെ ബ്രാൻഡ് നെയിം മഞ്ഞു തുടങ്ങി ബ്രാൻഡ്. ആൻഡ് ഇതിന്റെ ഷെയ്ഡ് ഏതാന്ന് ഞാൻ മറന്നുപോയി. കുറച്ച് അധികം നാളായിട്ട് ഞാൻ ഈ ഒരു കോമ്പാക്ട് പൗഡർ ആണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഇത് വെച്ച് നമ്മളുടെ ഫേസ് മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫേസ് കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ഫേസിന്റെ ബേസ് സെറ്റ് ആയേക്കുവാണ്. ഇനി നമുക്ക് അല്ലറ ചില്ലറ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളുടെ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആവും. സോ ഇത്രയാണ് നമ്മളുടെ ബേസ് ആയിട്ട് ചെയ്യേണ്ട സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ആഡ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ആഡ് ചെയ്യാം. അതുപോലെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ടിപ്സോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സ്റ്റെപ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഒരു പ്രശ്നമില്ല. അങ്ങനെ നമ്മുടെ ബേസ് സെറ്റായി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യാൻ പോവാണ്. ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഐബ്രോ പെൻസിലാണ്. ഇത് ഞാൻ കുറെ നാളായിട്ട് യൂസ് ചെയ്ത ഒരു ഐബ്രോ പെൻസിലാണ്. ആൻഡ് ഇതിൽ പ്രത്യേകിച്ച് ബ്രാൻഡ് നെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാനിവിടെ ഏതൊരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടാകുന്ന ഒരു ഐബ്രോ പെൻസിലാണ്. ആൻഡ് ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ ബ്രൗൺ കളർ ഐബ്രോ പെൻസിലാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്.
നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യുന്ന ടൈമിൽ ഒരിക്കലും നമ്മൾ നമ്മളുടെ ഈ ഒരു തുടങ്ങുന്ന ഈ ഒരു പോർഷനില്ലേ, ഈ ഒരു ഭാഗം നമ്മൾ ഒരിക്കലും ഫില്ല് ചെയ്യാൻ പാടില്ല. നമ്മളെപ്പോഴും ഇതിന്റെ ഈ ഒരു പകുതി ഭാഗത്തു നിന്ന് വേണം നമ്മളെപ്പോഴും ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ ഔട്ട്ലൈൻ ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ. അതാകുമ്പോൾ നമ്മുടെ ഐബ്രോസ് കുറച്ചുകൂടി നാച്ചുറൽ ലുക്കിംഗ് ആയിട്ടുണ്ടാവും കാണാനായിട്ട്. അതുപോലെ ഒരു ഷേപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ ഐബ്രോസ് ഒന്ന് ഹൈലൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ ഈ ഒരു ഭാഗത്തുനിന്ന് നിങ്ങൾ ഫില്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പിള്ളച്ച് ലുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നാച്ചുറൽ ലുക്കിങ്ങിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മളുടെ ഫില്ലാവാത്ത ഭാഗം കുറച്ച് തിന്നായിട്ടുള്ള ഭാഗം ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എൻ്റെ ഈ ഒരു എൻഡ് പോർഷനാണ് ഭയങ്കര തിന്നായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ മാത്രമാണ് കാര്യമായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിന്റെ ബാക്കിൽ തന്നെ അവരൊരു ബ്രഷ് തന്നിട്ടുണ്ട്. ആ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഞാൻ ഇതിങ്ങനെ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. എനിക്ക് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം ഇതിങ്ങനെ നന്നായി കിട്ടാറുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇതിന് ബ്രഷോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തില്ല കേട്ടോ. അങ്ങനെ നമ്മളുടെ ഐബ്രോസിന്റെ പരിപാടി കഴിഞ്ഞു. നമ്മൾ രണ്ട് ഗ്രൂപ്പും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത്യാവശ്യം സക്സസ് ആയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മളുടെ ഇതിന്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഇതിനിടയിൽ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം മറന്നു പോയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ നമ്മുടെ ലിപ് ബാം അപ്ലൈ ചെയ്ത് വെക്കണം. കാരണം നമ്മളുടെ ലിപ് ബാം നേരത്തെ അപ്ലൈ ചെയ്ത് വെക്കണമെങ്കിൽ നമ്മളുടെ ലിപ്സ് അത്ര മോയ്സ്ചർ ആയിട്ട് കുറച്ചും കൂടെ എന്താ പറയാ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് മോയ്സ്ചർ ആയിട്ട് നിൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. കാരണം കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്ക് ഈ ലിപ് ബാം റിമൂവ് ചെയ്തിട്ട് വേണം ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ലിപ്സ്റ്റിക് ലോങ് ലാസ്റ്റിംഗ് ആവില്ല. സാധാരണ ഞാൻ സ്കിൻ പ്രെപ്പ് ചെയ്യുന്ന ടൈമിൽ തന്നെ ലിപ് ബാം അപ്ലൈ ചെയ്യാറുണ്ടെങ്കിൽ മറന്നുപോയി. അതങ്ങനെയാണ്, വീഡിയോ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ മറന്നുപോയി എനിക്ക് സമാധാനക്കേടാണ്, അതുകൊണ്ട് മറന്നുപോയി. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ ഒരു ടൈമിൽ ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതങ്ങനെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ കണ്ണിലേക്കുള്ള പരിപാടികളാണ്. സോ നമ്മൾ കണ്ണിലേക്കുള്ള ആദ്യം പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഐ ഷാഡോ അപ്ലൈ ചെയ്യാൻ പോകുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഞാൻ ഐ ഷാഡോ ആയിട്ട് ആദ്യം യൂസ് ചെയ്യുന്നത് ഈ ഒരു ലിപ്സ്റ്റിക് ആണ്. അതിന് കാരണം ഞാനൊരു ബ്രിക്സ് കളർ ബ്രിക്സിന്റെ കളറിലുള്ള ഒരു ഐ ഷാഡോ ആണ് തപ്പിക്കൊണ്ട് കാണുന്നത്. പക്ഷെ അത് കിട്ടിയില്ല. എന്റെ ഐ ഷാഡോ പാലറ്റിൽ ആ ഒരു കളറില്ലാത്തതുകൊണ്ട് ആ ഒരു കളറിലുള്ള ഒരു ലിപ്സ്റ്റിക് കിട്ടിയപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ ഐ ഷാഡോ ആയിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഞാനപ്പോൾ മിറർ യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യും. കാരണം അല്ലാണ്ട് ഫോണിലേക്ക് നോക്കി ചെയ്യുമ്പോൾ എനിക്ക് കളർ അത്ര കണ്ടെങ്കിൽ ക്ലിയർ ആവുന്നില്ല. നമ്മുടെ ഈ ഒരു ഔട്ടർ കോർണറിലാണ് കേട്ടോ ഞാൻ ഈ ഒരു കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇന്നർ കോർണറിൽ ഞാനൊരു ബ്രൗൺ കളർ ആഡ് ചെയ്ത് കൊടുക്കാന്നാണ് വിചാരിക്കുന്നത്. ആ ഒരു കളർ നന്നായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഔട്ടർ കോർണറിൽ ഇങ്ങനെ ഈ ഒരു കളർ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ടുണ്ട്. ഇത് മാൾസിന്റെ ഐ ഷാഡോ പാലറ്റ് ആണ് കേട്ടോ. ആൻഡ് ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന കളർ എന്ന് പറയുന്നത് ഈ ഒരു ബ്രൗൺ ആണ് കേട്ടോ. ഈ ഒരു ബ്രൗൺ ആണ് യൂസ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. ഇത് ഞാൻ ഈ ഒരു ഐലിഡിന്റെ ഔട്ടർ കോർണർ, അതായത് ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഈ ഒരു കളർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ലാഷസിന്റെ ഈ ഒരു പോർഷനിലും ഈ ഒരു കളർ അപ്ലൈ ചെയ്യാന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഭാഗത്തും ഇതിന്റെ ഈ ഒരു ഔട്ടർ കോർണറിന്റെ ഭാഗത്തും മാത്രമാണ് ഞാൻ ബ്രൗൺ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. നമ്മളൊരു വെഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് തിളക്കമൊക്കെ വേണമല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഷിമ്മർ ഷെയ്ഡും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പാലറ്റിൽ ഇവിടെയായിട്ട് ബ്രൗണിന്റെ തന്നെ ഒരു ഷിമ്മർ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അത് ഞാൻ കണ്ണിന്റെ ഈ ഒരു നടുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ഷിമ്മർ ഷെയ്ഡും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഷിമ്മർ ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കണ്ണിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മളുടെ കണ്ണിലെ അടുത്തൊരു പരിപാടി എന്ന് പറയുന്നത് ഐലൈനർ ആണ്. ഞാൻ യൂസ് ചെയ്യുന്നത് IM എന്ന് പറയുന്ന ഒരു ഐലൈനർ ആണ്. ഇത് അത്ര ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ഒന്നുമല്ല. ഞാനേതോ ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല ഐലൈനർ ആണ്, വാട്ടർ പ്രൂഫ് ആണ്. അതുപോലെ തന്നെ
ഇതിന്റെ ഈ ഒരു ബ്രഷ് കണ്ടോ, നല്ല തിന്നായിട്ടുള്ള ബ്രഷാണ്. നമുക്ക് നല്ല രീതിയിൽ വിങ്സ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇത് ഹെൽപ്ഫുൾ ആണ് കേട്ടോ. ഞാൻ ഇതുവരെ ക്യാമറയിൽ നോക്കി കണ്ണെഴുതാൻ പഠിച്ചിട്ടുള്ള, അതുകൊണ്ട് ഞാൻ കണ്ണാടിയിൽ നോക്കി കണ്ണെഴുതിയിട്ട് വരാം. അങ്ങനെ നമ്മുടെ കണ്ണെഴുതൽ കഴിഞ്ഞു. ഞാൻ കണ്ണെഴുതാൻ ഇത്ര പ്രോ ആയിട്ടുള്ള ഒരാളല്ല കേട്ടോ, അതുകൊണ്ട് തന്നെ രണ്ട് കണ്ണ് രണ്ട് രീതിയിലാണ് ഇരിക്കുന്നത്. കുറച്ച് നേരം ശരിയാക്കാൻ നോക്കി നടക്കണില്ല, അപ്പം ഞാൻ അങ്ങനെ ഇട്ടു. അപ്പൊ നമ്മൾ കണ്ണെഴുതൽ കഴിഞ്ഞു. നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മസ്കാരയാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് മെബിലിന്റെ സ്കൈ ഹൈ മസ്കാരയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ മസ്കാര യൂസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു ലാഷ് കളർ യൂസ് ചെയ്ത് നമ്മളുടെ ലാഷസ് ഒന്ന് കേൾ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ലാഷസ് കാണിക്കാൻ ലാഷസ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ഡിഫറൻസ് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പൊ നമ്മുടെ ലാഷസ് നമ്മൾ കേൾ ചെയ്തു. ഇനി നമ്മൾ മസ്കാര അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ മസ്കാര അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് കാജൽ അപ്ലൈ ചെയ്യാനുള്ളതാണ്. ഇത് എലൈറ്റിന്റെ കാജലാണ്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അടിപൊളി പിഗ്മെന്റേഷനിൽ, അതായത് നല്ല ബ്ലാക്ക് കളറായിട്ട് കിട്ടുന്ന ഒരു കാജലാണ് ഈ എലൈറ്റിന്റെ കാജല്. ഫുള്ളായിട്ട് എഴുതുന്നില്ല, ഇതിന്റെ ഈ ഇത്രയും പോർഷൻ മാത്രമാണ് കേട്ടോ കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ. ഇത്രയും ഭാഗം മാത്രമാണ് ഞാൻ എഴുതുന്നുള്ളൂ. എന്റെ ഓൾറെഡി കുഞ്ഞു കണ്ണാണ്, അതുകൊണ്ട് തന്നെ ഇത് മൊത്തത്തിൽ എഴുതി കഴിയുമ്പോൾ ഒന്നും കൂടെ ചെറുതായിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ ഇത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നില്ല. ഇതിന്റെ രണ്ടിന്റെയും ഈ എഡ്ജ് പോർഷൻ മാത്രം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. നമ്മളൊരു ഗ്ലാം വെഡിങ് മേക്കപ്പ് ലുക്ക് അല്ല ചെയ്യുന്നത്, നമ്മളൊരു സെറ്റിൽ ആയിട്ടുള്ള ഒരു നോർമൽ വെഡിങ് മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഐഷാഡോയ്ക്ക് കുറച്ചും കൂടെ ഒരു ന്യൂട്രൽ കളറിലെടുത്തത്. അങ്ങനെ ഒരു ഗോൾഡ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള സ്മോക്കി ആയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഗ്ലാം ലുക്കിലേക്ക് മാറും. അതുകൊണ്ടാണ് ഞാൻ ഒരു സെറ്റിൽ ആയിട്ടുള്ള ഒരു ഐ മേക്കപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി ഇതിനു ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ബ്ലഷ്. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻസൈറ്റിന്റെ ഈ ഒരു ബ്ലഷ് ആണ്. വാട്ടർമെലൺ പോപ്സിക്കിൾ എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഓക്കെ, ഞാൻ ഈ ഒരു പോർഷനിൽ ബ്ലഷ് അപ്ലൈ ചെയ്യലില്ല കേട്ടോ. ഇനി നമുക്ക് ഈ ചിന്നിന്റെ ഏരിയയിലും കുറച്ച് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഉടുപ്പി. ഓക്കെ, നോസിന്റെ ഏരിയയിലും കുറച്ച് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ബ്ലഷിന്റെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൈലൈറ്റിംഗ് ആണ്. സോ ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഐഷാഡോ പാലറ്റ് തന്നെയാണ് യൂസ് ചെയ്യാറ്. പ്രത്യേകിച്ച് ഹൈലൈറ്റർ ഒന്നും യൂസ് ചെയ്യാറില്ല. ഈ കാണുന്ന ഈ ഒരു ഷെയ്ഡ് ഉണ്ടോ, ഇത് അത്യാവശ്യം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളി ഷെയ്ഡാണ്. സോ അത് വെച്ചിട്ടാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നമ്മൾ ചെറുതായിട്ടാണ് ഇരിക്കുള്ളൂ. നമ്മുടെ ഐബ്രോസിന്റെ ഈ ഒരു ഭാഗം കൂടെ ഹൈലൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഐബ്രോസും കുറച്ച് ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കും. നമ്മളുടെ കണ്ണും കുറച്ചും കൂടെ കാണാൻ ഭംഗിയായിട്ടുണ്ടാവും കേട്ടോ. ഫേസിലേക്കുള്ള പരിപാടികളൊക്കെ ഏകദേശം അവസാനിച്ചു. ഇനി നമുക്ക് നമ്മുടെ ലിപ്സും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മേക്കപ്പ് ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആവാൻ പോവാൻ കേട്ടോ. അപ്പൊ ഞാൻ ലിപ്സിൽ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന ലിപ് ബാം ഒന്ന് റിമൂവ് ചെയ്തുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ലിപ് ബാം റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ലിപ് ലൈനർ ആണ്. എൻ്റെ കയ്യിലുള്ളത് ഒരു മെറൂൺ കൈൻഡ് ഓഫ് ലിപ് ലൈനർ ആണ്. പക്ഷെ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു പിങ്ക് കളറ് ലിപ്സ്റ്റിക് ആണ്. പക്ഷെ ഇത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഒരു കളറില്ലേ, ആ ഒരു കളർ എനിക്ക് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലിപ് ലൈനർ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ലിപ്സ്റ്റിക് ആണ്. ലിപ്സ്റ്റിക് ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻസൈറ്റിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇത് ഞാൻ കുറെ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ആണ്. കുറെ വർഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ലിപ്സ്റ്റിക് ആണ്.
ആൻഡ് ഇതെന്ന് പറയുന്നത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. ആൻഡ് ഇത് ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. പക്ഷെ ഇതിന്റെ ഫോർമുലേഷൻ അത്ര ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഫോർമുലേഷൻ അല്ല, കുറച്ച് ലിപ്സ് ഡ്രൈ ആക്കും. ആൻഡ് ഇത് ഓൾമോസ്റ്റ് തീരാറായി. ഇതിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഇതിന്റെ ഉള്ളിൽ കുറച്ച് ഭാഗത്ത് മാത്രമായിട്ടാണ് നമ്മൾ പിങ്ക് അപ്ലൈ ചെയ്യുന്നുള്ളൂ. നമ്മൾ മൊത്തത്തിൽ എല്ലാ സ്ഥലത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു കംപ്ലീറ്റ് മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. വളരെ സെറ്റിലായിട്ട്, വളരെ എന്താ പറയാ, ഓവർ ആയിട്ടുള്ള മേക്കപ്പ് കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. വളരെ കുറച്ച് പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതാണ് നമ്മളുടെ കംപ്ലീറ്റ് ലുക്ക് എന്ന് പറയുന്നത്. അത്യാവശ്യം ഡ്യൂയി ആയിട്ടുള്ള, എന്നാൽ ഒരുപാട് കേക്കി ആവാത്ത ഒരു നാച്ചുറൽ ലുക്കിംഗ് മേക്കപ്പ് ലുക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്ട്സ് എല്ലാം തന്നെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും പ്രൊഡക്ട്സിന്റെ ലിങ്കോ കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പൊ ഈ ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഗൈസ്.